തനിക്ക് ബിസിനസ് പങ്കാളിയായി വിശാഖിനെ ആവശ്യമുണ്ടെന്നും അവനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴികളൊക്കെ താൻ ചെയ്യാമെന്നും സേവ്യറോട് പറയുന്ന നിഖിൽ. സേവ്യർ അതിന് സമ്മതിക്കുന്നു. ഇക്കാര്യം ശ്രീറാമിനോട് വിളിച്ചു പറയുന്ന നിഖിൽ. അപർണയെ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകുന്ന പോലീസ് സംഘം. സൈമൺ പണിക്കർ അപർണയെ ചോദ്യം ചെയ്യുന്നു. ജൂഡ് ഒരു ഫ്രോഡാണെന്നും ജൂഡിന്റെ നിർദ്ദേശപ്രകാരമാണ് കന്യാകുമാരിയിൽ അരവിന്ദും വിശാഖും വന്നതെന്നും വിശാഖിനെ കൊണ്ട് അപർണയെ കല്യാണം കഴിപ്പിക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നുവെന്നും സൈമൺ പറയുന്നു. അരവിന്ദൻ അത് ശരിവെക്കുന്നു. ഇതിനെ ശക്തമായി എതിർക്കുന്ന അപർണ. വിശാഖിനെ തന്റെ ഹോട്ടലിൽ താമസിപ്പിക്കുന്ന നിഖിൽ. വിശാഖ് തന്റെ ഹോട്ടലിൽ താമസമുണ്ടെന്ന് ശ്രീറാമിനോട് വിളിച്ചു പറയുന്ന നിഖിൽ. വിശാഖിനെ പറ്റി സേവ്യറിനോട് അന്വേഷിക്കുന്ന സൈമൺ പണിക്കർ. തുടർന്ന് കാണുക. ഈശ്വരൻ സാക്ഷിയായി അന്ത്യഘട്ടത്തിലേക്ക്. ഈശ്വരൻ സാക്ഷിയായി ഇനി 2 എപ്പിസോഡുകൾ മാത്രം. നമ്മുടെ വിശാഖ് സുബ്രഹ്മണ്യല്ലേ, അവനിപ്പോ എവിടാ? അവനെക്കുറിച്ച് എനിക്ക് വിവരമൊന്നുമില്ല സാർ. ട്രീസയുമായിട്ടല്ലായിരുന്നു അവൻ്റെ അടുപ്പം. ഞാൻ 1-2 തവണ അവനെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ. എന്താ സാറേ കാര്യം? ഏയ് ഒന്നുമില്ല, സേവിച്ചനെ വിളിച്ചപ്പോ ഒന്ന് അന്വേഷിച്ചു എന്നേ ഉള്ളൂ. അവന് എവിടെ പൊറുതിയെന്ന വല്ലതും അറിയാവോ? എനിക്കൊരു എത്തും പിടിയില്ല സാറേ. യുവമാരുടെയൊക്കെ കാര്യമല്ലയോ. ട്രീസയുടെ ഒരു ഓട്ടം എന്നല്ലാതെ എന്ത് പറയാനാ. ചങ്ക തകർത്തിരിക്കുക സാറേ. എന്റെ പൊടിമോനും ട്രീസ മൂലം പോയില്ലേ. ഇപ്പെന്താ എന്റെ പൊടി കുഞ്ഞും പോയി. അവരെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ സാറേ? ഇത്രയൊക്കെ അന്വേഷിച്ചിട്ട് മറുപടിയില്ലല്ലോ. ഹലോ ഹലോ സേവിച്ച, എന്തായി സാർ കാര്യം? അയാള് പരാതി പറച്ചില്ല. അയക്കതയെ കുറിച്ചൊരു പുണ്ണാക്കം അറിയത്തില്ലെന്ന് പറയുന്ന കേട്ടിട്ടുള്ളതാന്നാ തോന്നുന്നത്. നമ്മൾ അന്വേഷിച്ചു സർ. അവൻ പോകാനുള്ള സ്ഥലങ്ങളെല്ലാം തപ്പി. പ്രശ്നം അവന്റെ ബേസാ. അവനിവിടെ റൂട്ടില്ലാത്തോണ്ട് ഇവിടെ ആർക്കും അവനെ എത്ര പരിചയം പോരാ. എന്തായാലും നമ്മുടെ അന്വേഷണം അവന്റെ ചെവിയിലെത്തരുത്. അറിഞ്ഞാൽ ചിലപ്പോ അവൻ മുങ്ങിക്കളയും. ഹലോ ഹലോ ആ നിങ്ങളെന്താ ഇവിടെ? എന്താ കാര്യം? നീ എന്താ ഇതിന് ഉടക്കില്ല? ഞാൻ അകത്തോട്ടൊന്ന് കയറിക്കോട്ടെ. നിങ്ങളെങ്ങനെ അറിയാം ഞാൻ ഇവിടെ ഉണ്ടെന്ന്? ഞാനൊരു ബീറടിക്കാൻ വന്ന വേറെന്തോ പണി, ജോലിയും ഇല്ലല്ലോ. അപ്പോഴാ താഴെ വെച്ച് നിഖിലിനെ കണ്ടത്. നിഖിലാ പറഞ്ഞത് നീ ഇവിടെ ഉണ്ടെന്ന്. നീ നന്നാവാൻ തീരുമാനിച്ചെന്ന് അവൻ പറഞ്ഞല്ലോ. ഓ, ഞാൻ നന്നാവാൻ നോക്കിയിട്ട് ഒരു കാര്യവും ഉണ്ടായില്ല. നമ്മുടെ പഴയ റൂമിൽ തന്നെ അങ്ങ് കേറി. നിങ്ങൾ കാര്യം എന്താന്ന് പറ. നല്ല സ്ക്രൂ അളവിൽ നിൽക്കുകയാണല്ലോ. സ്റ്റഫ് കിട്ടിയില്ലേ? ഇതൊക്കെ സ്റ്റോക്ക് ആക്കി വെക്കണ്ടേ? വാ വാടോ, നമുക്ക് വഴിയുണ്ടാക്കാം. ഈ എക്സിക്യൂട്ടീവ് റൂം എവിടെയാടോ? ദാദാ. ഓ, നീ സുഖവാസത്തിലാണല്ലേ? ആ സൈമൺ സാർ, അവനെ കിട്ടി. സെയിം ഹോട്ടലിൽ നിന്ന് തന്നെ. ഓ ശരി സാർ, വേറൊരു സർപ്രൈസ് കൂടി ഉണ്ട്. എന്താ? അവന്റെ കൂടെ നമ്മുടെ ശ്രീറാം സാറും ഉണ്ട്. ശ്രീറാമോ? അവനെന്താ അവിടെ? അവന്റെ കൂടെ ഈ മുറിയിൽ തന്നെ സാറിന്റെയും പൊറുതി. ഓ, ശ്രീറാമും വിശാഖ് സുബ്രഹ്മണ്യവും അവന്റെ മുറിയിൽ. അത് കൊള്ളാം. അവനത് എന്തുദ്ദേശിച്ച? കൊട്ടേഷൻ ഇരുന്ന് വാങ്ങിക്കുക.
ഹ, പണി നമുക്ക് എളുപ്പമാക്കി തരുമായിരിക്കും. ആ പിന്നെ നിങ്ങൾ വിശാഖനെ കൊണ്ട് ഇങ്ങോട്ടല്ലേ വരുന്നത്? അതെ സർ. ഓക്കെ ജി. അപ്പം ശ്രീറാം സാറേ വരട്ടെ, കാണണം. സാർ ഇതെങ്ങനെയാ സംഭവിച്ചത്? ഞാൻ സാറിനെ എവനെ മുറിയിലാക്കിയിട്ട് ഓഫീസിലിരിക്കുകയായിരുന്നു, സാറിനെ വെയിറ്റ് ചെയ്ത്. അപ്പോഴാ പയ്യൻ വന്ന് പറഞ്ഞത്. എന്താ സാർ എങ്ങനെയാണ് സംഭവിച്ചത്? പോലീസ് വന്നു, അവനെ കൊണ്ടുപോവുകയും ചെയ്തു. സാർ പക്ഷെ നമ്മൾ ഇത്രയും സൂക്ഷിച്ചിട്ടിങ്ങനെ. അതൊക്കെ സംഭവിക്കും. സൈമണല്ലേ, അവന് പല വഴികളും അറിയാലോ. നമ്മൾ ഒരു വഴി നീങ്ങുമ്പോൾ അവൻ മറുവഴി നീങ്ങും. സാർ ഇനി നമ്മൾ എന്ത് ചെയ്യും? നോക്കാം. ഈ സാധനങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യും സാർ? ഇതൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും ഈ റൂം ഞാൻ കുറച്ച് ദിവസം ഉപയോഗിക്കാൻ പോവാ. ഇവിടെയോ? എന്തിനാ സാർ? ഇവിടെ ആകുമ്പോൾ സേഫാ, മാറി നിന്ന് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സാർ അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറെയും റൂമുണ്ട്, കുറച്ചുകൂടി ബെറ്റർ ആയ റൂംസ്. വേണ്ട, ഈ റൂം മതി, ഇത് മതി. ഈ സാധനങ്ങൾ ഒതുക്കി ഇവിടെ തന്നെ വെച്ചേരെ. ഓ ആ ആ ഓ സ്റ്റഫ് താടോ, സ്റ്റഫ് തരാൻ. സാറേ ഇവനെ കൊണ്ട് ഒരു രക്ഷയില്ല സാർ. ആ വാതലം കടച്ചേക്ക്. സാധനം താടോ, സാധനം തരാൻ. റൂമിൽ പോകാൻ. നിന്നോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം വേണം എനിക്ക്. ചാർലി ഉണ്ടോ? മറിയാമ്മ. നിനക്ക് ചാർലിയോ മറിയാമ്മയോ സ്റ്റാഫ് എന്ത് വേണേ തരാം. ആദ്യം ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ, അതിനുള്ള ഉത്തരങ്ങൾ നീ പറയണം. നീയും ട്രീസയും തമ്മിൽ എന്തായിരുന്നു കൊട്ടേഷൻ? പറ, എന്തായിരുന്നു സംഭവം? ട്രീസ എന്റെ വക്കീല, അഡ്വക്കേറ്റ്, കോടതിയില് കറുത്ത കോട്ടൊക്കെ ഇട്ട്. നീ ചത്തുപോയ ജൂഡ് സേവിയറിന്റെ പുറകെ കന്യാകുമാരി വരെ പോയി. നീ എന്തിനാണ് അവിടെ വരെ പോയത്? എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? I need stuff. തരാം. നീ പോയത് ജൂഡിന്റെ പുറകെയാണോ അതോ അപർണയുടെ പുറകെയാണോ? നിനക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ല, അതുകൊണ്ടാണല്ലോ അവൾ 5 മാസം ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് നീ അവളെ കെട്ടിക്കളയാൻ തീരുമാനിച്ചത്. ഏയ്, എന്തിനാ പോയെന്ന് പറ. ഞാൻ പോയതല്ല, അയാളെ പറഞ്ഞു വിട്ടതാ. ആരാ നിന്നെ പറഞ്ഞു വിട്ടത്? എടാ, ആര് പറഞ്ഞിട്ടാ നീ പോയെന്ന്? നിന്റെ ട്രീസയാണോ? അവരല്ല, ട്രീസ എന്റെ വക്കീല, അവരല്ല. അവരെ എനിക്കിഷ്ടമാണ്. പിന്നെ ആരാ? അയാള് ഉപ്പുപ്പ പറഞ്ഞിട്ടാ പോയെ. അയാളുടെ സ്റ്റഫ്. അയാളെ വിളിക്ക. നമുക്ക് അങ്ങോട്ട് പോവാം. ബാബാ എഴുന്നേക്കാം, നമുക്ക് അങ്ങോട്ട് പോവാം. അയാളെ വിളിക്ക. അയാൾ എനിക്കെല്ലാം കൊട്ടേഷൻ തന്നെ. എന്ത് കൊട്ടേഷനാ നിനക്ക് തന്നത് ഉപ്പാപ്പ? എനിക്ക് എല്ലാ കൊട്ടേഷനും അയാളാ തന്നെ. എന്റെ കൊട്ടേഷനും വേറെ ആ കൊട്ടേഷനും എല്ലാം എനിക്ക് അയാളാ തന്നെ. അയാളെ വിളിക്ക്. അയാളുടെ എല്ലാ സ്റ്റഫും ഉണ്ട്. അയാളുടെ ചാർലി ഉണ്ട്. വിളിക്ക അയാളെ. അയാളുടെ സാധനമുണ്ട്. പോവാം അങ്ങോട്ട്. സാറേ ഇവന് മറ്റവൻ ഇച്ചിരി ഞാൻ കൊടുത്താലേ അകത്തിരിക്കുന്ന എല്ലാം ഇനി പുറത്തു വരും. മണ്ടത്തരം പറയല്ലേ. ഇവൻ നോർമൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഒന്നും പറയാൻ പോകുന്നില്ല. ഈ മൂഡിലെ അവനെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കാൻ പറ്റുള്ളൂ. താൻ പോയി വണ്ടി ഇറക്ക. ശരി സാർ. സ്റ്റഫ് വേണം. അയാളെ വിളിക്കണ്ട, നമുക്ക് ഉപ്പാപ്പന്റെ ഒക്കെ നേരിട്ട് പോവാം. ചാർലി ഉണ്ട് അയാളുടെ അടുത്ത്. നേരിട്ട് പോയി മേടിക്കാവുന്നേ. ചാർലി ഉണ്ട്. വാന്നേ, ഞാൻ കൊണ്ടുപോവാം. നീ വാ. എന്താ ഉമ്മ? ആ തോമസ് സേവിയറെ പൊക്കാൻ പോകുന്നെന്നാ തോന്നുന്നേ. ആ വിശാഖിൽ നിന്ന് അങ്ങോട്ടൊരു ലിങ്ക് കിട്ടിയിരിക്കുക. അവൻ വലിയ കുഴപ്പമായിരുന്നു. ഡ്രഗ്സ് കിട്ടാത്തോണ്ടേ ആകെ വയലന്റായി. അവനെന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയാൻ വല്ല മാർഗമുണ്ടോ? ഇല്ല സർ, ഇൻട്രോഗേഷൻ റൂമിലേക്ക് എനിക്ക് കയറാൻ പറ്റില്ല.
എന്തുണ്ടെങ്കിലും എന്നെ അറിയിക്കണം. സർ സാറേ എനിക്ക് ശരിക്കും പേടിയുണ്ട്. ആരെങ്കിലും വാച്ച് ചെയ്താ? ഉമ്മ ധൈര്യമായിട്ടിരിക്കേ, കുഴപ്പമില്ല. ഓക്കെ സർ. ഓക്കെ. കർത്താവേ, എനിക്ക് വെളിപാടുണ്ടായി. ഒറ്റുകൊടുത്തവൻ ശിക്ഷിക്കപ്പെടും. കർത്താവ് നേരിട്ട് വന്നരുളപ്പെട്ടതാ. അതിനി മാറ്റമില്ല. പറഞ്ഞു വെച്ച പറുദീസയിലേക്കെത്താൻ ഇനി അധിക നാളില്ല. ഞാൻ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. പ്രതിബന്ധങ്ങളെല്ലാം വഴിമാറിപ്പോകും. അതങ്ങനെ വരൂ, അതങ്ങനെ വരൂ. അവനെ അങ്ങ് ഇറക്കി വിട്ടേക്ക്. എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാമല്ലോ. ഇറങ്ങടാ, ചെല്ല. നീ ഇതെവിടെ ആയിരുന്നടാ? കണ്ടിട്ട് കുറെ ആയല്ലോ. നീ എന്തോ കാണിക്കുന്നേ? എടാ ഇവിടെ ഒന്നും ഇല്ല. നീ എവിടെയാണെങ്കിലും ഞാൻ അങ്ങോട്ട് കൊടുത്തയക്കാം. എടാ എന്റെ ഒന്നും ഇല്ലെന്ന്. എടാ നിക്കേ. എടാ അവിടെ നിക്കാൻ. എടാ അവിടെ നില്ലടാ. കാണിക്കുന്നേ? എടാ ഇവിടെ ഒന്നുമില്ല. സാധനം ഞാൻ അവിടെ എത്തിക്കാന്ന് പറഞ്ഞില്ലേ? എത്തിക്കുന്നില്ല, എനിക്കറിയാം. എടാ ഞാൻ എത്തിക്കാമെന്ന്. എന്തുവാ ഇവനീ കാണിക്കുന്നേ? എവിടെയോ പിന്നെ സാധനം? എടാ അവിടെ ഒന്നുമില്ല. അപ്പൊ ഇവിടെ ഒന്നും ഇല്ല അല്ലേ? പിടിച്ചോ. എങ്ങോട്ടെങ്കിലും പോയാലൊന്നും അറിയിക്കത്തില്ല. ഫോൺ വിളിച്ചോട്ട് എടുക്കത്തില്ല. രാവിലെ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ്. നിന്റെ ഒടുക്കത്തെ സ്വിച്ച് ഓഫ്. എന്തുവാടാ ഇത്? വന്ന് കേറിക്കോളൂ നാശം പിടിക്കാൻ. മര്യാദയ്ക്ക് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. നിന്റെ ഒടുക്കത്തെ സ്വിച്ച് ഓഫ്. എന്തുവാടാ ഇത്? കണ്ട സാറേ, എല്ലാത്തിനും ഉമാരാ കാരണം. വന്ന് കേറിക്കോളൂ നാശം പിടിക്കാൻ. മര്യാദയ്ക്ക് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. കുറച്ചു നാൾ ഞാൻ മാറി നിന്നപ്പോ എല്ലാവരും കൂടെ കയറി അങ്ങ് പൊറുതി തുടങ്ങിയേക്കുക. ഒന്നിനും ബോധമില്ല സാറേ, ഒരുത്തനും ബോധമില്ല. സേവിച്ചോ, സംഗീതം ഒരു ലഹരിയല്ലേ സേവിച്ച? അപ്പൊ പിന്നെ അതിന്റെ കൂടെ കുറച്ച് എക്സ്ട്രാ ലഹരിയൊക്കെ ആവാന്നേ. ഇവന്മാരങ്ങനല്ല സാറേ. സംഗീതത്തിന് പേരുദോഷം ഉണ്ടാക്കുന്നവന്മാരായവന്മാര് എല്ലാമാരും കുഴപ്പമാണ്. കുഴപ്പം പിടിച്ചവന്മാരാ. എല്ലാരും ഇറങ്ങ് ഇറങ്ങ് സാറേ. ഇവന്മാരെല്ലാം പിടിച്ചോണ്ട് പോണം സാറേ. ആ ഇറങ്ങ്, എല്ലാരും ഇറങ്ങ്. സേവിച്ചോ? അല്ലേ, ഇവന്മാരൊക്കെ കുഴപ്പം പിടിച്ചോമാരാ സാറേ. സേവിച്ച ഇവന്മാരെയൊക്കെ ഞാൻ പൊക്കിക്കോളാന്നേ സാറേ. ഇത് ബ്യൂകളല്ല, അത് പോലീസുകാർ ഉപയോഗിക്കുന്നതാ. ഇത് ഇഫോണിയം. ഇത് ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ് അല്ല സാറേ. ഇത് വ്യാപകമായി ഇന്ത്യയിൽ. ഇതേത് നാട്ടുകാരനാ? ഇതെന്തൊന്നും സാറേ എനിക്കറിയത്തില്ല. അപ്പൊ പിന്നെ ഇത് ഏത് നാട്ടുകാരൻ സാറേ? ഇതൊക്കെ ഇവന്മാർ കൊണ്ട് വെക്കുന്നതാ. ഞാനിവിടെ കുറെ നാളില്ലായിരുന്നു. അപ്പോ ഇവന്മാരിവിടെ കേറി അങ്ങ് ഇറങ്ങുകയായിരുന്നു. യോ ഇതെന്തോ സാറേ? പണിയാ. നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. എന്തിനാ സാർ? നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോകാം സാറേ. വന്നേ. ഞാനെന്തിനാ വരുന്നത്? ഇവനെ കൂടെ പിടിച്ചോണ്ട് നമുക്ക് വരാനേ. തിരിച്ചു വരാം. നടക്ക.
ഇതെന്ത് ഫോണിയോന്നാ താൻ പറഞ്ഞത്? അമോണിയോ? ഉള്ളിൽ സംഗീതവും കലയുള്ളവർക്കേ ഇതൊക്കെ മനസ്സിലാവൂ. പിന്നെ താനിതൊന്ന് വായിക്കും, ഞാൻ ശ്രുതിയിട്ട് തരാം. ഉള്ളിലുള്ളത് മുഴുവൻ ഇങ്ങോട്ട് ഒഴുകി ഒഴുകി വരട്ടെ. വായിക്കണോ? എന്തോന്നാ സാറേ ഇത്? എന്റെ കയ്യിലുള്ളതെല്ലാം പിടിച്ചു പറിച്ചേച്ച് എനിക്കൊന്നുമില്ലപ്പോ. എന്നെ എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെയും എന്നെ കൊണ്ടുവന്ന് ഉപദ്രവിക്കുക വീണ്ടും. ഈ പൊടിയിലയൊക്കെ ഇവന്മാർ കൊണ്ടുവച്ചതാ. ഇവന്മാരെ ഇതെല്ലാം ഒപ്പിച്ചത്. ഇവരേതാണ്ടൊക്കെ പറഞ്ഞെന്ന് വെച്ച് സാർ എന്റെ മക്കിട്ട് കയറുന്നോ? ചത്തതും ചീഞ്ഞതും എന്റെ ചോരയാ. 3 മാസം പ്രായമുള്ള പൊടിക്കുഞ്ഞനെയാ നീ എല്ലാം കൊണ്ടുവന്ന് കുഴിച്ചു മൂടിയത്. എന്നിട്ടിപ്പോ എന്റെ പേരുണ്ടാക്കുന്നു. പോലീസുകാരെ പഠിപ്പിക്കാൻ ഒരുത്തരുണ്ടാവില്ല ചോദിക്കാൻ. ഹലോ ഉമ. സർ, തോമസ് സേവ്യറുടെയും വിശാഖ് സുബ്രഹ്മണ്യത്തിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. അതുപറ്റി പെട്ടെന്ന് അറിയില്ല സർ. ആ വിശാഖിനെയും സേവ്യറെയും രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയായിരുന്നു ക്വസ്റ്റ്യനിങ്. ഏതാണ്ടൊക്കെ ഇങ്ങ് പോന്നോന്നാ തോന്നുന്നേ. ബുൾഡോസർ വലിയ സന്തോഷത്തിലാ. എന്താണ് അവര് പറഞ്ഞെന്നല്ല പിടിയുണ്ടോ? കിട്ടേണ്ടതൊക്കെ കിട്ടിയെന്നാ എനിക്ക് മനസ്സിലാവുന്നത്. അതാ ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റ്. കൂടുതലൊന്നും അറിയില്ല സർ. ഇനി എന്താണ് അവന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാ ഉമ്മ അപ്പൊ തന്നെ എന്നെ അറിയിക്കണം. ഓക്കെ സർ, ഞാൻ അറിയിക്കാം. ഓക്കെ. എന്തുപറ്റി? ഉമ്മയാ, വിശാഖിനെ സേവരെ അവൻ അറസ്റ്റ് ചെയ്തു. കിട്ടാനുള്ളതൊക്കെ കിട്ടിയെന്ന് അങ്ങനെ ഉമ്മയുടെ മെസ്സേജ്. എന്നുവെച്ചാ ബുള്ളറ്റിന്റെ സ്പീഡായപ്പോ ബുൾഡോസറിന് അവൻ ഗീതയുടെ കളിക്ക് നിന്നു കൊടുക്കുമെന്ന് തോന്നുന്നില്ല. അവൻ ഇതിനോടകം എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മളാണ് ഇതിന്റെ പിന്നിലെന്ന്. പക്ഷെ ചീനു, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങേരെ അവളെ വെച്ചേക്കില്ല. ഇനി അവള് കാര്യങ്ങളൊക്കെ സമ്മതിക്കുന്നതല്ലേ നല്ലത്. ഞാനത് പറയട്ടെ അവളോട്. അത് പറ്റില്ല. 2 ദിവസം കൂടി അവിടെ പിടിച്ചിരിക്കണം. പിടിച്ചിരുന്നേ മതിയാവും. അല്ലെങ്കിൽ നമ്മളീ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. അങ്ങനെ പിടിച്ചിരിക്കണമെന്നാ നീ ഇപ്പൊ പോയി അവളോട് പറയേണ്ടത്. പക്ഷെ അത് റിസ്ക് അല്ലേ ചീനു? പാവം പിടിച്ചൊരു കൊച്ചിന്റെ ജീവിതം വെച്ചിങ്ങനെ കളിക്കാന്ന് വെച്ചാ. ചില റിസ്കുകൾ ജീവിതത്തിൽ എടുക്കണം മാമി. ഇതിപ്പോ ഞാൻ വിട്ടുകൊടുത്ത അത് ഹലോ മോഹൻ സാർ ഇല്ലേ? ഒന്ന് വിളിക്കാൻ പറയണേ. ശ്രീറാമാണ്. ഓക്കെ അമ്മി, പെട്ടെന്ന് വിളിക്കും, നമുക്ക് ഇറങ്ങാം. ഇവളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ആ ഇൻഡാസ് ഒപ്പിച്ചോണ്ടാ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തോടെ ഇവളുടെ ഓവർ ആക്ടിങ്ങിന് ഞാനൊരു ഫുൾ സ്റ്റോപ്പ് പറയും. ആ ശരി. ഉപ്പാപ്പം പണിയൊന്നല്ലേ? ഇത് കഞ്ചാവാ. ഇതിപ്പോ കേസ് മാറും. അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാ ഞാനും അറിഞ്ഞത്. സൈമന്റെ പോട്ടല്ലേ, അതേന്ന് ഊരിപ്പോരാൻ എത്ര ബുദ്ധിമുട്ടാ. ഇങ്ങനെ നമ്പി പോയതിപ്പം കുരുക്കാവൂ. എനിക്കും അങ്ങനെ തോന്നുന്നത്. നമ്മൾ വിചാരിച്ച ആളൊന്നും അല്ല ഉപ്പാപ്പൻ. വലിയ കുരുപ്പാ. ട്രീസിയെ പോലെയൊന്നും അല്ല. ചായ എനിക്ക് വേണ്ട, തനിക്ക് വന്നേ. നമുക്കേ ഈ അവസരം ഒന്ന് മുതലാക്കാം. അതിലാണ് കാര്യം. ഉപ്പാപ്പനെ കേസിന്ന് ഊരിക്കൊടുക്കാന്ന് പറഞ്ഞ ആശ കൊടുക്കാം. പൂത്ത കാശാങ്ങര കയ്യിൽ ഒടുങ്ങാത്ത ആർത്തിയ കളവിന്. കേസൊക്കെ കഴിയുമ്പോ ഒരു സംഖ്യ നമ്മുടെ കൈ കിടക്കണം. കിളമഴിക്കകത്തും കിടക്കും. നമുക്ക് അനുഭവിക്കാൻ ബാക്കിയൊക്കെ. നമുക്ക് വേണ്ട, നിങ്ങൾ തന്നെ അങ്ങ് അനുഭവിച്ചോണ്ടാ മതി. എനിക്ക് ജയിലിൽ കിടക്കാനൊന്നും വയ്യ. അപ്പോ സേവിയറും വിശാഖും കാര്യങ്ങൾ തുറന്ന് സമ്മതിച്ചു. പക്ഷെ കേസ് ഇപ്പോഴും ഒരു കൊട്ടേഷൻ കേസിന്റെയും ഡ്രഗ് കേസിന്റെയും ലെവലിൽ തന്നെ നിൽക്കുക. എനിക്കറിയാം സർ. ഇനി അങ്ങോട്ട് കൊണ്ടുപോയി കൂട്ടിക്കുരുക്കണമെന്നുണ്ടെങ്കിൽ ആ ഗീതിക മഹേന്ദ്രൻ, ആ ഭ്രാന്തി പെണ്ണിന്റെ വാ തുറക്കണം. അതവള് പൂട്ടിട്ട് വച്ചിരിക്കല്ലേ, ഭ്രാന്തിന്റെ പൂട്ട്. അപ്പൊ അവളെ കൂട്ടാതെ പോയാ വണ്ടി വഴി കിടക്കും സർ. അവളുടെ മൊഴിയിലല്ലേ സർ കാര്യങ്ങൾ മുഴുവനുള്ളത്. ആ ഡോക്ടറുടെ ഒടുക്കലത്തെ ഒരു സർട്ടിഫിക്കറ്റും ഉണ്ടല്ലോ. അപ്പോ ഇനിയെന്താ തന്റെ പ്ലാൻ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ സർ, അവളുടെ വായൊന്ന് തുറപ്പിക്കാൻ പറ്റുമോ? ശരി, ഓക്കെ സർ. അജി വരൂ.
ചിലപ്പോ കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോയിന്നിരിക്കും ഗീതിക. അതുകൊണ്ടാ കോടതിയിൽ നിന്ന് പ്രത്യേകം പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് നിന്നെ കാണാൻ വന്നത്. എന്താ എന്താ ചേച്ചി? അവിടെ ആ സൈമൺ സേവ്യറെ അറസ്റ്റ് ചെയ്തു. വിശാഖിനെ കസ്റ്റഡിയിലെടുത്തു. അയാൾ ഈ കേസ് എങ്ങോട്ടേക്കോ കൊണ്ടുപോകാനുള്ള ശ്രമമാ. ചേച്ചി വീണ്ടും ഇനി അയാളുടെ കൈ ചെന്ന് പെട്ട എനിക്കിനി വയ്യ. ഞാനുള്ള സത്യമെല്ലാം അങ്ങ് തുറന്ന് പറയട്ടെ. എനിക്കിനി വയ്യ ഈ ടെൻഷനും കഷ്ടപ്പാടൊക്കെ സഹിക്കാൻ. പക്ഷെ നീ പിടിച്ചു നിൽക്കണം. പിടിച്ചു നിന്നേ മതിയാവൂ. വക്കീലേ, സ്റ്റഡി ക്ലാസ് കൊടുത്തതൊക്കെ മതി. ഇവളെ ഞങ്ങൾ അങ്ങ് കൊണ്ടുപോവാ. എന്നതാ ഈ നോക്കി പേടിപ്പിക്കുന്നത്? ഇവളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ആ ഇൻഡാസ് ഒപ്പിച്ചോണ്ടാ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തോടെ ഇവളുടെ ഓവർ ആക്ടിങ്ങിന് ഞാനൊരു ഫുൾ സ്റ്റോപ്പ് പറയുക. മോളെ വാ, മോളെ വാ. ജയിലിലോട്ടൊന്നുമല്ല, മക്കളെ കോളേജിലോട്ട് കൊണ്ടുപോവാ. പരീക്ഷ എഴുതണ്ടേ? കുറെ ദിവസമായിട്ട് പറയില്ലയോ പരീക്ഷ എഴുതണം, പരീക്ഷ എഴുതണം, പഠിക്കാനുണ്ടെന്നൊക്കെ. ബാ പോകാൻ, നമുക്ക് ഒരു ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണ്ടയോ? ബാന്നേ സജിതേ, ഒന്ന് പിടിച്ചോണ്ട് വാ. പരീക്ഷ എഴുതിക്കണ്ടയോ? ഇവളുടെ പരീക്ഷണം അവിടെ ചെന്നിട്ട് തുടങ്ങാതിരിക്കുന്നേ ഉള്ളൂ സാർ. ഇങ്ങോട്ട് വാടി. എടി ഇറങ്ങി വരാൻ. അവള് വരും. പരീക്ഷ മാറ്. വാടി ഇങ്ങോട്ട്. കൊണ്ടുവാ. ഇങ്ങോട്ട് വാടി. നടന്നു